നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് സ്പോട്ട് ലൈവിൽ ആദ്യത്തെ വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് വിദേശ വ്യവസായിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. അതേസമയം കേസിൽ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. മറുപടി നൽകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അറസ്റ്റുകൾ, തെളിവെടുപ്പുകൾ, ഇതിൻ്റെ മൊഴികളൊക്കെ ഒരുപാട് കേട്ടതാണ്. ഇപ്പോൾ ഇതിനൊരു പുതിയ മാനം കൂടി കൈവന്നിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ വലിയ തോതിൽ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തി എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൻ്റെ മാനം കൂടുകയാണ്, ഗൗരവം വർദ്ധിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കൊള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ നിരവധി തലങ്ങളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഇത് വലിയൊരു കൊള്ളയാണ് എന്നൊരു സൂചന നൽകിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി അടക്കം പരാമർശമുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അടക്കം വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ശബരിമലയുടെ കാര്യമെന്ന് ഹൈക്കോടതിയും ഒപ്പം തന്നെ പ്രതിപക്ഷമടക്കം ആരോപിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതായത് ഈ ഡി മണി എന്ന് പറയുന്നയാൾ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണമടക്കം തട്ടിയെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങളും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അതായത് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ വലിയ വ്യാപകമായ തരത്തിൽ തന്നെ ഈ ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യം ശരിവെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു പഞ്ചലോക വിഗ്രഹം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് വലിയ വില കൊടുത്ത്, അതായത് വലിയ മൂല്യമുള്ള വസ്തുക്കളാണ്. സാധാരണ ക്ഷേത്രങ്ങളെ പോലെയല്ല ശബരിമല എന്ന് പറയുന്നത് വലിയ ഭക്തർക്ക് പ്രാധാന്യമേറിയിട്ടുള്ള ഒരു ക്ഷേത്രവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾ ഇത്തരം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സൂചന കൂടി നൽകുന്നു. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു സ്വർണം കൊള്ള പോലെ തന്നെ ഈ ഒരു പല അമൂല്യ വസ്തുക്കളും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം ആരംഭിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു തുടക്കം, അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. ഈ ഒരു രമേശ് ചെന്നിത്തല തന്നെ തുടക്കത്തിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് വ്യാപാരിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരിയുടെ വെളിപ്പെടുത്തലടക്കം മാധ്യമങ്ങൾക്ക് മുൻപിലും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലും വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയടക്കം, ഈ ഒരു വിവരമടക്കം പുറത്തേക്ക് വരുന്നത്. അതായത് 2020 ഒക്ടോബർ 26 ഈ ഒരു പണം കൈമാറിയത്. അതിൽ തന്നെ വളരെ സുപ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതിന് ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വിവരം, അതായത് മൊഴിയെന്ന് പറയാൻ കഴിയില്ല, ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SIT ഇനി വീണ്ടും അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത് എത്രത്തോളം വസ്തുതാപരമാണ്, ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും 4 പഞ്ചലോക വിഗ്രഹം കൊള്ള ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യവും കൂടിയാണ്. ഈ ഒരു കാലഘട്ടം കൂടി പരിഗണിച്ചുകൊണ്ട്, അതായത് 2019 ഈ ഒരു കൊള്ളയും ഒപ്പം തന്നെ ഈ ഒരു പണം കൈമാറിയത് 2020 പറയുന്നു. ഇതിന് ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് പറയുന്നു. ഈ ഒരു കാലഘട്ടവും ഈ വ്യക്തിയും എല്ലാം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ്. ഇപ്പോഴും അന്വേഷണ പരിധിയിലും അറസ്റ്റിലും തുടരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രീതിയിലേക്കുള്ള ഒരു ഹൈക്കോടതി പരാമർശിച്ച പോലെ തന്നെ ഭക്തരുടെയും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുടെയും ഒരു വിശ്വാസത്തിനേറ്റ വ്രണമാണ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. 2019-2020 കാലഘട്ടത്തിൽ നടന്ന ഈ വിഗ്രഹക്കടത്ത്, ഇങ്ങനെയാണ് വ്യവസായി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ വ്യവസായിയുടെ മൊഴി. ഈ ഡി മണി ആരാണ് എന്ന് സംബന്ധിച്ച് സ്വാഭാവികമായും ഒരു കൗതുകമുണ്ടാകുമല്ലോ. ഇയാൾ പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട്
ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതനാണ് പണം കൈമാറുക എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായിരുന്നു. അപ്പോൾ ഡി മണിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ സൂചനകൾ, ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ SITക്കുണ്ടോ? ചെന്നൈയിൽ ഉള്ള ആളെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പോയി സ്വാഭാവികമായി അന്വേഷണം നടത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഈ വ്യവസായിയുടെ മൊഴി പൂർണ്ണമായും ഗൗരവതരമായ അർത്ഥത്തിൽ ആ ഒരു നിലയിൽ SIT എടുത്തിട്ടുണ്ടെന്നും അതനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു ചെറിയ ഒരു വിവരമല്ല അദ്ദേഹം പങ്കുവച്ചത്. 4 പഞ്ചലോക വിഗ്രഹം ഇവിടെ നിന്നും എടുത്തു എന്ന് പറയുന്നു. അതിൽ പ്രധാന കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്തോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ശേഖരിച്ച സമയത്തോ ഈ ഒരു വ്യക്തിയെയോ ഇത്തരത്തിലൊരു 4 പഞ്ചലോക വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ SITക്ക് ലഭിച്ചില്ല എന്നത് വലിയ ഗുരുതരമായ ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഇതൊരു സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലെയോ കട്ടിളപ്പാളിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ഒരു വിവരത്തിന്റെ, ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി എന്തുകൊണ്ട് ഡി മണിയിലേക്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയ ചോദ്യമായി നിലനിൽക്കുന്നു. അത് ഹൈക്കോടതിയടക്കം ഉന്നയിക്കാൻ സാധ്യതയുമുണ്ട്. മാത്രമല്ല ഇത് ഓരോ ഇടവേളയിലും കൃത്യമായി ഹൈക്കോടതിയെ ഈ ഒരു അന്വേഷണ പുരോഗതി അറിയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും, അത് മാത്രമല്ല ഇത് ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളിലെ വസ്തുത എത്രത്തോളം ശരിയാണ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, അതായത് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം മാറ്റങ്ങളിലും ഒപ്പം തന്നെ ഭക്തർ നൽകിയ വസ്തുക്കളെയും അമൂല്യമായ വസ്തുക്കളെ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകൾ ഈ ഒരു SIT പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട്. അതും ചെറിയൊരു കാലഘട്ടമല്ല. ഈ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1998 മുതലുള്ള തുടർന്നുള്ള എല്ലാ മാറ്റങ്ങളും, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളും ഒപ്പം തന്നെ മറ്റ് അമൂല്യ വസ്തുക്കൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നടക്കമുള്ള മഹസറും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി ഒരു ദ്വാരപാലക ശില്പത്തിലോ സ്വർണ്ണപ്പാളി ഒരു കട്ടളയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഒന്നല്ല എന്ന് ശരിവെക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു അപ്ഡേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഡി മണിയുടെ കാര്യം അതിൽ അത്രത്തോളം വസ്തുതയുണ്ട് എന്ന കാര്യം. അതായത് തമിഴ്നാട് സ്വദേശിയാണ്, ചെന്നൈ സ്വദേശിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം അതിൽ എത്ര വസ്തുതാപരമായ അന്വേഷണം ഇപ്പോൾ തന്നെ SIT ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ അടുത്ത് തന്നെ ഹൈക്കോടതിയുടെ ഒരു കർശനമായ ഒരു വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമം SITയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ, അത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമടക്കം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് പെട്ടെന്ന് സ്മാർട്ട് ക്രിയേഷനിലെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇത്തരം കൃത്യമായ ഒരു സൂചന ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേഗത്തിലാക്കാനും അത്തരത്തിൽ ഈ ഒരു ഹൈക്കോടതിയുടെ അടക്കം വിശ്വാസം വീണ്ടെടുക്കാൻ, അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം SIT ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പങ്കജ് ഭണ്ഡാരിയിലും ഗോവർദ്ധനിലും മാത്രമായി ഈ കേസ് നിൽക്കില്ല. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സംരക്ഷണമുണ്ട് എന്നാണ്. സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ ദേവസ്വം ബോർഡ് അധികൃതരുടെ, അന്നത്തെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവില്ലാതെ നടക്കുകയുമില്ല. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രത്തോളം സ്വാധീനം അല്ലെങ്കിൽ അത്രത്തോളം വിലസാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അനുവദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഏറെ ഗൗരവതരമായ ഒരു വിഷയമായി അത് മാറുകയാണ്. ഒപ്പം രമേശ് ചെന്നിത്തല പറയുന്നതിന് മാനങ്ങളുണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. അപ്പോൾ SITയുടെ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും. അതിലേക്ക് കൂടുതലായി SIT കടക്കേണ്ടിയും വരും. ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളും സംരക്ഷണം നൽകിയത് ആരാണ് എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷിക്കേണ്ടി വരുമല്ലോ സാരംഗ്. തീർച്ചയായും. കാരണം ഒരു ശബരിമല ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള സുപ്രധാന ക്ഷേത്രമാണ്. വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. മാത്രമല്ല സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും അടക്കം കർശനമായ നിരീക്ഷണവും ഒപ്പം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഡോക്യുമെന്റേഷൻ അടക്കം ചെയ്യേണ്ട വലിയൊരു വരുമാനം ഓരോ സീസണിലും വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ, അതായത് ശ്രീകോവിലിന്റെ മുന്നിലെ ദ്വാരപാലക ശില്പത്തിലടക്കം കൃത്രിമം കാണിക്കുക, അത്ര കണ്ട് ധൈര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് തുടക്കത്തിൽ ഒരാൾ ചെയ്യുന്ന ഒരു കളവായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു തുടക്കം തൊട്ടുള്ള ആരോപണം. കാരണം ഇത് മറ്റു പല ഭാഗങ്ങളിലും ചെയ്തു പരീക്ഷിച്ച് അതിന്റെ ധൈര്യത്തിലാണ് ഇത്രയും വലിയൊരു കൊള്ള നടത്തിയതെന്നായിരുന്നു പ്രതിപക്ഷമടക്കം ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഉന്നതരുടെ പങ്കില്ലാതെ ഇത്തരത്തിലൊരു കൊള്ള ശബരിമല പോലെയൊരു ക്ഷേത്രത്തിൽ സാധിക്കില്ല. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാർ മാത്രം അറിഞ്ഞാൽ മതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരിമറിയും മറ്റും ഇത്തരത്തിൽ കൊള്ള അടക്കം നടത്താൻ. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃത്യമായി രേഖകൾ സൂക്ഷിക്കേണ്ട, കൃത്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ
കുറവാണ്. അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ തന്നെ വേണ്ടിവരും. കാരണം ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി ഭരണതലത്തിലും മാത്രമല്ല ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്ക് അടക്കം അന്വേഷണം എത്തേണ്ടതുണ്ട്. അതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി അടക്കം പരാമർശിച്ച വിഷയം. ഉന്നതരിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അന്വേഷണത്തിന്റെ വേഗത കുറയുന്നു. അതിന്റെ ഒരു വേഗതയിലുള്ള കുറവ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണതലത്തിലേക്ക്, അതായത് ഉന്നതരിലേക്ക് വലിയ സ്രാവുകൾ ആരൊക്കെയായിരുന്നു എന്നാണ് ഈ കോടതി തന്നെ എടുത്തു പറഞ്ഞൊരു പരാമർശം. അതായത് ഇനിയും വലിയ സ്രാവുകൾ ഇതിൽ കുടുങ്ങാനുണ്ട്. കാരണം ഈ ഒരു അന്താരാഷ്ട്ര ഈ ഒരു പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗവുമായി ബന്ധിപ്പിക്കണമെങ്കിൽ അത് ഉദ്യോഗസ്ഥർ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് കടത്തണമെങ്കിലും ഇത് കൃത്യമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും അതിന്റെ കൃത്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കാനടക്കം പല ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടാകും. അവർക്കെല്ലാം ഈ പണം വീതിച്ച് നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിലേക്കെല്ലാം എത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനിയും വൈകിപ്പിക്കുകയാണെങ്കിൽ അത് ഹൈക്കോടതിയുടെ കൂടുതൽ വിമർശനങ്ങൾക്കും നടപടികൾക്കും കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സംരക്ഷണം എന്ന അതീവ ഗൗരവതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൊണ്ടി മുതൽ കണ്ടെത്തി യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ ഈ നടപടി ഇതുവരെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന കൊള്ളയുടെ ഒരു ഭാഗമാണ്. OTA അനുവദിച്ചു കൊടുത്തത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് അതിന് ധൈര്യം കൊടുത്തത് ഗവൺമെന്റുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉന്നതങ്ങളിലെ ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞു വൻ സ്രാവുകളെ പിടിക്കുന്നില്ല. എന്തുകൊണ്ട് പിടിക്കുന്നില്ല? തൊണ്ടി മുതൽ എവിടെ? ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വർണം എവിടെ? അതാരും കണ്ടെത്തുന്നില്ലല്ലോ. അത് ഈ അറസ്റ്റ് മാത്രമല്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ കൊള്ളക്കാരെ നമുക്ക് പിടിക്കുന്നത്. ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി SITയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അപ്പോൾ ഈ ഇതിനൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ കൂടി സാരംഗ് വരികയാണല്ലോ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ED ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഈ വിഷയങ്ങളൊക്കെ കടന്നു വരും. സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. CBI ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമ്മതം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി കടന്നു വരുമ്പോഴാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ ഒരു നിജസ്ഥിതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തുക. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തൊണ്ടി മുതൽ കണ്ടെത്തുക, കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ വരവിനും ഏറെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും. കാരണം ഈ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘം അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ശൃംഖല ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കേന്ദ്ര ഏജൻസിയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഹൈക്കോടതി അടക്കം അത് കൃത്യമായി വിലയിരുത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ ആദ്യം ഒരു സംശയമായി പ്രകടിപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴികളും വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. രമേശ് ചെന്നിത്തല അടക്കം അതുമായി ബന്ധപ്പെട്ട മൊഴികൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വലിയ ഏജൻസികളിലേക്ക് എത്തുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഉന്നതരിലേക്ക് അടക്കം എത്തുന്നു. മാത്രമല്ല ഇത് ഒരു രാഷ്ട്രീയ തലത്തിൽ, അതായത് ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും മാറി ഇതിന്റെ ലാഭം പറ്റിയ എല്ലാവരിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പണമിടപാടുകളുമായി ബന്ധപ്പെട്ട, കാരണം ഈ ഒരു പണം എന്ന് പറയുന്നത് കൃത്യമായി എല്ലാവർക്കും വീതിച്ചു നൽകി എന്ന കാര്യത്തിൽ തുടക്കം തന്നെ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ടെന്ന തരത്തിലടക്കം വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. പല സംസ്ഥാനങ്ങളിലേക്കും സ്വർണം വീതിച്ചു നൽകിയെന്നടക്കം തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പല സംസ്ഥാനങ്ങളിലേക്കും കടന്നുകൊണ്ടുള്ള അന്വേഷണത്തിനടക്കം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനും ഈ ഒരു ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള കേരളത്തിലെ പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ഇതിൽ എത്രത്തോളം ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട്. കാരണം ഈ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിൽ ഒരു ഉദാസീനത കാണിച്ചു എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഉന്നതരിലേക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്വേഷണം എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന വിലയിരുത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അത് ശരിവെച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശമടക്കം. കാരണം ഇത് വലിയൊരു ഇപ്പൊ തന്നെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ് പല കോണുകളിൽ നിന്നുള്ള ഒരു ഇതിന്റെ പഠനം നടത്തിയ സമയത്തടക്കം പ്രതിഫലനമായി വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു
തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നു. ഇനി നിയമസഭാ ഇലക്ഷൻ കൂടി വരികയാണ്. അതിനിടയിൽ ഉന്നതരിലേക്ക് എത്തുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിലും ഇത്തരത്തിൽ ഈ ഒരു പ്രതിഫലനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഈ ഒരു അന്വേഷണം ഏത് രീതിയിലേക്ക് തിരിയുമെന്നത് കാത്തിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ ഏജൻസികൾ, അന്താരാഷ്ട്ര തലത്തിലെ പുരാവസ്തു തട്ടിപ്പ് സംഘത്തിലേക്കും ഒപ്പം രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലും ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു, ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളായി, ഇത് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുക്കാതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്യമായി ഈ കാര്യം ചെയ്യിച്ച് ഇതിന്റെ ലാഭം പറ്റിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെ എന്ന് കണ്ടെത്തുന്നതായിരിക്കും SITയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, അതായത് പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു കാര്യം. കാരണം അവരെല്ലാവരും തലപ്പത്തിരിക്കുന്നവർ തന്നെയാണെന്നാണ് നിലവിലെ സൂചന വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല തൊണ്ടി മുതൽ കണ്ടെത്തുക, ഈ ഇത്രയും വലിയൊരു സ്വർണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു, മാത്രമല്ല പഞ്ചലോക വിഗ്രഹം നഷ്ടപ്പെട്ടു, അത് കൈമാറി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ സാഹസപ്പെട്ട, അതായത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് കോടതിക്ക് മുൻപിൽ തൊണ്ടിമുതലിന് വളരെ പ്രാധാന്യമുണ്ട്. ആ തൊണ്ടിമുതൽ എത്തിക്കുക, ഒപ്പം ഉന്നതരിലേക്ക് എത്തുക, അതാണ് ഇനി SITക്ക് മുൻപിലുള്ള വലിയ പ്രതിസന്ധി. തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു തട്ടിപ്പായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ, തുടർന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരു വ്യവസായി SITക്ക് നൽകിയ മൊഴി, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ SIT കൈമാറുന്നു. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ CBI ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങളെത്തിയത്. ഒരുപക്ഷേ ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടെങ്കിൽ CBI ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ വരും. കൂടുതൽ തലകൾ ഉരുളും, സംശയമില്ല. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ രാമന്തളിയിലെ കൂട്ടമരണത്തിൽ കലാധരന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. കലാധരന്റെ ഭാര്യ കള്ളക്കേസുകൾ നൽകി നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചതാണ് മരണകാരണമെന്നാണ് കത്തിലെ ഉള്ളടക്കം. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന 2 മക്കളെയും അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നയൻതാര മക്കളെ ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് 2ഉം 6ഉം വയസ്സുള്ള മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മയും വീട്ടിൽ തൂങ്ങി മരിച്ചത്. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, വളരെ ക്രൂരമായ, മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കലാധരനും ഭാര്യയുമായി നിരവധി പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി വിധി ഇയാളെ ഇതിന് പ്രേരിപ്പിച്ചു എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? നാട് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് രഞ്ജിത്തെ. നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇതിൽ പ്രധാനമായും ഒരു ദാമ്പത്യ പ്രശ്നം, അതായത് നിസ്സാരമായൊരു ദാമ്പത്യ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അത് വലിയ തോതിൽ ഒരു കുടുംബ പ്രശ്നമാകുന്നു എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് തൻ്റെ 2 മക്കൾ, അതായത് 6 വയസ്സുള്ള ഹിമ, അതുപോലെ തന്നെ 2 വയസ്സുള്ള കണ്ണൻ, ഇവരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവരെ അമ്മയ്ക്കൊപ്പം പറഞ്ഞേക്കാൻ രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ഒരു ഉത്തരവുണ്ടാകുന്നത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക വിഷമുണ്ടാക്കി. ആ കുട്ടികൾക്ക് അമ്മയ്ക്കൊപ്പം പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായിരിക്കാം ഇങ്ങനെ ഒരു വലിയ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നതെന്നാണ് പോലീസ് നിഗമനം. 2 കുട്ടികളെ ഈ കൊലപ്പെടുത്തിയതിന് ശേഷം അമ്മയും അതുപോലെ തന്നെ ഇദ്ദേഹം കലാധരനും തൂങ്ങി മരിക്കുന്ന ഉണ്ടായതെന്ന ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നു. ഏതായാലും തുടക്കത്തിൽ ഇവർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ, അത് ഇപ്പോൾ 6 വയസ്സുള്ള ഹിമ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമാണ്. പിന്നീട് അത് കുടുംബ കോടതിയിലെത്തി. അത് അവിടെ നിന്നും രമ്യമായി പരിഹരിച്ചു. പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം 2ാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം വീണ്ടും ഈ പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് ഈ അമ്മ ഇവിടെ നിന്നും നയൻതാര ഇവരുടെ നിന്നും മാറി ഈ സ്വന്തം വീട്ടിലായിരുന്നു താമസം. പിന്നീട് അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി. ഈ കുട്ടികളെ ആര് സംരക്ഷിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കമായി പിന്നീട് അത് കോടതിയിലെത്തി. അവസാനം പ്രായപൂർത്തിയാവാത്ത കൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതി അമ്മമാർക്കൊപ്പമാണ്, കുട്ടികളെ അതൊരു നടപടിക്രമമാണ്. അത് ഈ കലാധരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. കുട്ടികളാണെങ്കിൽ ഈ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല, ഈ അച്ഛനൊപ്പം നിൽക്കണം എന്നതാണ് അവരുടെ താല്പര്യം. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പോലീസ് കേസായി. പിന്നീട് ഇവരെ നിരന്തരം അത്തരത്തിൽ മാനസികമായ ഒരു സമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നാണ് അത് ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം ഈ കുട്ടികൾ ഇവരുടെ കൂടെ തന്നെ ഇവരുടെ വീട്ടിൽ 2 ദിവസം നിന്നതിന് ശേഷം കലാധരന്റെ വീട്ടിലേക്ക് തന്നെ സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ
ഇന്നലെ രാത്രിയോടുകൂടി ലൈറ്റ് ഒന്നും കാണാത്തതുകൊണ്ട്, പുറത്താരും ശബ്ദം ഇല്ലാത്തതുകൊണ്ട് അയൽവാസികളാണ് ഈ വീട് തുറന്ന് പരിശോധിക്കുന്നത്. പിന്നീട് ഈ 2 പേർ തൂങ്ങിയ നിലയിലും കുട്ടികളെ മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയത്. ഇതിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരിക്കലും ഈ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. 6 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഇവിടെ രാമന്തളിയിലേക്ക് എത്തിക്കും, ഇവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര നടപടികളിലൊക്കെ കടക്കുക. എന്തായാലും ഇതിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. ഇതിൽ നിയമപ്രശ്നം, കോടതിയുടെ ഉത്തരവുണ്ട്. അത്തരം കോടതി ഉത്തരവും ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ഈ കുട്ടികളെ വേർപിരിഞ്ഞ് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം, ഇനി എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും പിഞ്ചു കുഞ്ഞ്, ഒരു 2 വയസ്സും 6 വയസ്സുള്ള കുട്ടി, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളാണ് ഇതിൽ ഇരയായിരിക്കുന്നതെന്നാണ് നമുക്കറിയാം. ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സങ്കടകരമാക്കുന്നതാണ്. നിസ്സാര പ്രശ്നങ്ങളാണ്, ഒരു പക്ഷേ അത് പറഞ്ഞു തീർക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി വലിയ തോതിലുള്ള ഒരു കുടുംബ പ്രശ്നമാവും. ഇതിൽ ഈ കലാധരന്റെ അച്ഛനെതിരെ പോക്സോ കേസ് ഈ നയൻതാര എന്ന് പറയുന്ന ഇവരെ അമ്മ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഇവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ഇതിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. അത് ഒരു പക്ഷേ നമുക്ക് തുറന്നു പറയുന്നതിനപ്പുറം ഒരുപാട് സങ്കീർണതകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനൊന്നും പരിഹാരമല്ല ആത്മഹത്യ എന്ന് പറയേണ്ടി വരും. കാരണം ആ കുട്ടികൾ എന്ത് പിഴച്ചു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. നാട് സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ആ ഒരു സങ്കട ഒരു അവസ്ഥയിൽ തന്നെയാണ്. 6 മണിക്കാണ് പൊതുദർശനമുള്ളത്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചു വരികയാണ്. രഞ്ജിത്ത്, ബൈജു, ഈ നേരത്തെയുള്ള കുടുംബ പ്രശ്നങ്ങൾ, അത് ഈ കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ നിരവധി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ നേരത്തെ ബൈജു പറഞ്ഞ പോലെ പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നാട്ടുകാർക്കൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന ശ്രമം ഈ കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി വന്നതിന് ശേഷം എന്തായിരുന്നു കലാധരൻ്റെ ഒരു മനോഭാവം? പൊതുവെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയൊക്കെ ഉണ്ടോ? ആർക്കും അറിവില്ലാത്ത ഒരു സാഹചര്യമായിരുന്നോ ഇങ്ങനെയൊരു ചെയ്തിയിലേക്ക് കലാധരൻ കടക്കുമെന്നുള്ളത്? രഞ്ജിത്ത്, അത്തരത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല ആ നാട്ടുകാർ എന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടുകാരോടൊക്കെ സംസാരിക്കണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇത്തരത്തിൽ നയൻതാര ഒരു പരാതി കൊടുക്കുന്നത്. തങ്ങളുടെ കുട്ടികളെ കോടതി ഉത്തരവുണ്ടായിട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ഇതിൽ ഒരു ഇടപെടാൻ, കാരണം ഇത് കോടതി ഉത്തരവാണ്, സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മൈനർ എന്ന നിലയിൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല അമ്മമാർക്ക് തന്നെയാണ് സാധാരണ കോടതി ഉത്തരവുണ്ടാവുക. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അമ്മയോടൊപ്പം പോകാൻ താല്പര്യമില്ല. ഈ അതേസമയത്ത് കലാധരനാണെങ്കിൽ ഈ കുട്ടികളെ വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യം, അതോടൊപ്പം നിരന്തരം ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം. മാത്രമല്ല തൻ്റെ അച്ഛന് എതിരെ ഈ നയൻതാര ഒരു പോക്സോ കേസ്, അതായത് ഈ കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ഒരു പോക്സോ കേസ് കൂടി വരുന്ന സാഹചര്യം. അങ്ങനെ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ആത്മഹത്യാക്കുറിപ്പിൽ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇത് തന്നെയാണ്. തങ്ങളുടെ കുട്ടികൾക്ക് അമ്മയോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. പക്ഷേ കോടതി ഉത്തരവ് വരുന്നതും അതോടൊപ്പം പോലീസ് നിരന്തരമായി വിളിപ്പിക്കുന്നതും ഒക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിനിടയാക്കുന്നു. അതുകൊണ്ട് തങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്ന രീതിയിലാണ് ആത്മഹത്യാക്കുറിപ്പുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ അത് ചെറിയൊരു കുടുംബ പ്രശ്നത്തിൽ, ദാമ്പത്യ പ്രശ്നത്തിൽ നിന്നും തുടങ്ങി അത് അതിന്റെ സകല സീമകളും ലംഘിച്ച് വലിയ തോതിലുള്ള ഒരു കുടുംബ പ്രശ്നമായി അച്ഛനെതിരെ കേസ് വരുന്ന സാഹചര്യം, കുട്ടികളെ അതിൽ വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യം. കാരണം ഈ കൊച്ചു കുട്ടികളാണ്, അവർ ഇനി വളർന്നു വരേണ്ട അത്തരത്തിലുള്ള കുട്ടികൾക്ക് ദിവസവും ഈ ഇത്തരം പോലീസ് സ്റ്റേഷനിലും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതെല്ലാം ഇദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദത്തിനിടയാക്കി എന്നാണ് പറഞ്ഞത്. ഈ നാട്ടുകാർക്കൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അറിയാമെങ്കിലും ഇങ്ങനൊരു കൃത്യത്തിലേക്ക് ഇയാൾ കലാധരൻ പോകും എന്നൊക്കെ ആരും ചിന്തിച്ചിരുന്നില്ല. അത് തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. പക്ഷേ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം, മാനസിക പ്രയാസം കലാധരൻ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ പരാതി പറയുന്നത്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ കോടതിയുടെ ഒരുപാട് ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കുറെ പരിമിതികൾ പോലീസിനുണ്ട്. കാരണം ഇത് പോലീസിൽ പരാതി പോയപ്പോൾ അവർക്ക് ഇതൊരു അന്വേഷണം നടത്തി ഇതിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികൾക്ക്
ഇവർക്ക് അമ്മയോടൊപ്പം പോകാൻ തയ്യാറല്ല ഒരു സാഹചര്യം പോൽ നിർബന്ധിച്ച് പോലീസിനെ അങ്ങനെ പറഞ്ഞേക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതെല്ലാം വലിയ തോതിൽ ഉണ്ടായ ഒരു സംഭവമാണ്. നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പറഞ്ഞ് തീർത്തതുമാണ്. പക്ഷെ പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ നയൻതാര ഈ വീട്ടിൽ നിന്നും പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഈ കുട്ടികളെ ചൊല്ലിയുള്ള ഒരു തർക്കം അത് വലിയ തോതിൽ ഈ കുടുംബ പ്രശ്നത്തിൽ അത് വ്യാപ്തി വർദ്ധിച്ചു. അച്ഛനെതിരെ പോക്സോ കേസ് വരുന്ന സാഹചര്യമുണ്ടായി. നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഈ കലാധരനുണ്ടായി. അങ്ങനെയാണ് കലാധരൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത്. 2 മക്കൾക്കും വിഷം നൽകി കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർ അമ്മയും അതുപോലെ തന്നെ മകനും കെട്ടി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകും കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുക. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് 2 മക്കൾക്ക് വിഷം നൽകി കൊന്ന ശേഷം കലാധരനും അമ്മയും എത്രത്തോളം മാനസികമായി പ്രയാസമുണ്ടായിരിക്കണം, എത്രത്തോളം ശരീരം ഈ പറഞ്ഞതുപോലെ മനസ്സ് തളർന്നിരിക്കണം ഇങ്ങനൊരു ചെയ്തിയിലേക്ക് സ്വന്തം 2 പൊന്നോമനകളായ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ കലാധരൻ എങ്ങനെയാണ് ബൈജു ആളുകളുമായൊക്കെ ഏറെ സഹകരിക്കുകയും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെയുള്ള ആളാണെന്നാണോ മനസ്സിലാക്കുന്നത്? ഈ വിഷയങ്ങൾ വന്നതിന് ശേഷമാണോ ഒരൊറ്റപ്പെട്ട ഫീൽ അല്ലെങ്കിൽ മാനസികമായ വലിയ വിഷമത്തിലേക്ക് കലാധരൻ തള്ളിവിടപ്പെട്ടത്? ആത്മഹത്യാക്കുറിപ്പിലൊക്കെ ഈ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഉണ്ടാകുമല്ലോ. കള്ളക്കേസ്, പോക്സോ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ്. അതിപ്പോൾ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില അഭിഭാഷകരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്താണ് പൊടിക്കൈകളൊക്കെ ആയിരിക്കാം ഇത്തരം കേസുകളൊക്കെ. ഇതിലൊന്നും പെടാതെ വളരെ സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നോ കലാധരൻ? തീർച്ചയായും നാട്ടുകാരും ഇവരുടെ സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരോടും സൗമ്യമായ ഇടപെടൽ നടത്തുന്ന ഈ കലാധരൻ പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഒരു വർഷത്തോളമായി വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇയാളുടെ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഉഷയാണ് അമ്മ. ഈ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച ഒരു അമ്മ ഉഷയാണ്. ഈ അച്ഛൻ അത്തരത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെയൊക്കെ സ്നേഹിച്ച് അത്തരത്തിൽ വലിയ തോതിൽ സന്തോഷകരമായി പോകുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഇവർക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് ഇത് തന്നെയാണ്. ഈ പ്രയാസം, ഈ കോടതിയുമുള്ള നിരന്തരം കോടതി കയറി ഇറങ്ങുക, അതോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിരന്തരം പരാതിയായി വരിക, അത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒത്തുതീർപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാവുക, കുട്ടികളെ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുമോ എന്ന ചിന്ത, കുട്ടികൾക്കാണെങ്കിൽ അച്ഛനെ വേർപിരിഞ്ഞ് പോകാൻ ഇഷ്ടമില്ലാത്ത സാഹചര്യം, അങ്ങനെ വലിയ തോതിൽ മാനസിക പ്രയാസം ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു കാര്യം മാത്രമാണ് ചിന്തിക്കാനുള്ളത്, ആ കുട്ടികൾ എന്ത് പിഴച്ചു എന്നതാണ്. ഇതിനെല്ലാം ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യ കൊണ്ട് അതിൽ എന്ത് പരിഹാരമാകാം? കാരണം ആ അമ്മയും നഷ്ടപ്പെട്ടു, 2 കുട്ടികളും ഇപ്പോൾ പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ആകെ ആ വീട്ടിൽ ബാക്കിയുള്ളത് ഇയാളുടെ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ വൈകിട്ട് വന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. രഞ്ജിത്ത്, നമുക്കറിയാം, ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഈ കുടുംബത്തിലെ പ്രശ്നത്തിനൊപ്പം സ്വന്തം അച്ഛനെതിരെ പോക്സോ കേസ് വരും, അത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കാം. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ പക്ഷേ കോടതിയിൽ ഇതിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമാണ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും. പക്ഷെ അത് പോലീസിൽ പറഞ്ഞു തീർക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. അന്നേ ദിവസം പോലീസിലെ ഒരു അന്വേഷണം ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. അവർക്ക് വീട്ടിൽ ആരും ആളില്ലാത്തത് കൊണ്ടാണ് അവർ അന്ന് തിരിച്ചുപോയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ കുട്ടികളെ വിട്ടുകിട്ടാത്തതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി പോലീസ് എത്തിയിരുന്നു അന്ന്. പക്ഷേ അപ്പോഴേക്കും ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇവർ 4 പേരും മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ വീട്ടിൽ തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ 8 മണിയോട് കൂടിയാണ് ഇവരുടെ മൃതദേഹം ഇങ്ങനെ കണ്ടെത്തുന്നതും. എന്നാൽ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടുകൂടി മാത്രമേ വലിയ തോതിൽ രാമന്തളിയിൽ പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ വെക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. രഞ്ജിത്ത്, ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2 കുഞ്ഞുങ്ങളെ, പിഞ്ചുമക്കളെ, എത്ര ഓമനത്തമുള്ള 2 കുഞ്ഞുങ്ങളാണ് എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അവരെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഒരച്ഛനും അച്ഛൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാനസിക വിഷമത്തിൻ്റെ പുറത്ത് ചെയ്തായിരിക്കണം എന്നുള്ളതാണ് കാണേണ്ടത്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും.
മറ്റു വാർത്തയിലേക്ക് പോകണം. കൈക്കൂലി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ ഉടനുണ്ടായേക്കും. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് മേധാവി ശുപാർശ സമർപ്പിച്ചിരുന്നു. ഡിസംബർ 17-നാണ് വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തത്. എന്നാൽ തുടർ നടപടി വൈകുന്നതായി വിമർശനമുയർന്നതോടെയാണ് വിജിലൻസ് മേധാവി ശുപാർശ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വിനോദിനെതിരെ അന്വേഷണമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. BB അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. അരുണ്, സർക്കാരിന് നാണം കെടുത്തിയ ഒരു ഉദ്യോഗസ്ഥരാണ്. ഇയാൾക്കെതിരെ നടപടി വൈകുന്നതിൽ വലിയ തോതിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നതാണ്. ഇയാളിപ്പോൾ സസ്പെൻഷനിലേക്ക് പോകുന്നു, എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ തന്നെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇതുവരെയും ആ നടപടി ഉണ്ടായിട്ടില്ല. നടപടി വൈകുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് വ്യക്തമാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി നടപടി എന്നൊരു സൂചനയാണ് നൽകുന്നത്. പക്ഷേ DIGയുടെ ഇത്രയധികം ക്രിമിനൽ കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഇത്രയധികം കൈക്കൂലി വാങ്ങിയെന്ന് കൃത്യമായി തെളിഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പോലീസിന് തന്നെ നാണക്കേടായ, ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായ സംഭവമാണ് ഇതെന്ന് വ്യക്തമാണ്. എന്നിട്ടും നടപടി വൈകുകയാണ്. 12 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നാണ് വിനോദ് കുമാർ ഈ പണം വാങ്ങിയിട്ടുള്ളത്. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാർ വഴിയുമൊക്കെ പണം വാങ്ങിയിരുന്നു. വിയൂർ ജയിലിലെ വിരമിച്ച ഉദ്യോഗസ്ഥനായ ഇടനിലക്കാരായിരുന്നു. അതും വളരെ പ്രമാദമായ കേസുകളിലെ പ്രതികൾ അണ്ണൻ സുജിത്തും കൊടിസുനിയും അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് ഇയാൾ കൈക്കൂലി വാങ്ങുകയായിരുന്നു. ഇളവുകൾക്ക് പരോളിലൊക്കെ വേണ്ടി കൈക്കൂലി വാങ്ങുകയായിരുന്നു. ഏറ്റവും ക്രൂരകൃത്യം ചെയ്ത ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ അവരിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഒരു മനോനില ആ രീതിയിൽ കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ക്രിമിനലുകളിൽ നിന്ന് തന്നെ പണം കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിൽ ഒരിക്കലും വച്ചുപൊറിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ്. അത്തരമൊരാളെയാണ് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുകയും ചെയ്യുമ്പോഴും ആ സസ്പെൻഷൻ നടപടി വൈകിപ്പോകും. സ്വാഭാവികമായും നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള കാലതാമസം എന്നൊക്കെ വിശദീകരിക്കുമ്പോഴും ഇത്തരമൊരു ഉദ്യോഗസ്ഥനെ ഇനിയും എന്തിനെ സംരക്ഷിക്കുന്നു, എന്തിനെത്ര വൈകിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇയാളുടെ പല ഇടപാടുകളും, വർഷങ്ങളായുള്ള ഇയാളുടെ ഇടപാടുകളെല്ലാം സംശയനിഴലിലാണ്. സ്ഥലം മാറ്റത്തിനായി ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങിയിരുന്ന പരാതി ആ രീതിയിലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാതെ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥൻ, അങ്ങനെ അച്ചടക്കമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ നിലയിൽ കൂടി ഇയാൾ ചീത്തപ്പേരുണ്ടാക്കിയ ആളാണ്. പ്രതികൾക്ക് വിയൂർ ജയിലിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് പലപ്പോഴും ഈ അന്വേഷണങ്ങളൊക്കെ ഇയാൾ അട്ടിമറിക്കുകയായിരുന്നു. ആ ഒരു ബന്ധം ഇപ്പോഴും ഇയാൾക്ക് തുണയാകുമെന്ന സംശയമാണ്, ആശങ്കയാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വ്യക്തമാണ് ഇയാൾ ചെയ്ത കുറ്റങ്ങൾ, ഇയാൾ ചെയ്ത തെറ്റുകളെല്ലാം വളരെ വ്യക്തമാണ്. തെളിവുകളടക്കം പരാതി ലഭിച്ചതാണ്, അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചതാണ്. എന്നിട്ടും ഇയാളെക്കെതിരെ വകുപ്പ് നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ് അറിയേണ്ടത്. ഇത്രയും വർഷം അയാൾ വിരമിക്കാൻ വെറും 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അത്തരമൊരു ഉദ്യോഗസ്ഥനെ ഇത്രയും നാൾ സംരക്ഷിച്ചവർ ഇപ്പോഴും അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഡിസംബർ 17 കേസെടുത്തിട്ടും ഈ ദിവസങ്ങളിൽ അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല. ഉടൻ ഉണ്ടാകുമെന്നൊരു മറുപടിയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായൊരു നടപടിയിലേക്ക് നീങ്ങുന്നില്ല. പരോളിന് കോഴ വാങ്ങുന്നു, പരോൾ നൽകാൻ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് കോഴ വാങ്ങുന്നു, അങ്ങനെ എല്ലാത്തിനും തെളിവുകൾ ആണ് ഇയാൾക്കെതിരെ ലഭിച്ചത്. കൊടിസുനിയെ പോലെയുള്ള, അണ്ണൻ സുജിത്തിനെ പോലെയുള്ള കൊടും ക്രിമിനലിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതാണ്. സുനിയുടെ കൊട്ടേഷൻ തെളിവ് നശിപ്പിക്കാൻ ഇയാൾ കൂടെ നിന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘം ലഭിച്ചു കഴിഞ്ഞു. ഒരു മാസം ഇയാളുടെ അക്കൗണ്ടിലേക്ക് 35 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപയും ഒക്കെ എത്തിയതായി വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും ഈ പറയുന്ന കൊടിസുനിയും ആ കേസ് പ്രതികളല്ലാതെ മറ്റു പല ആളുകൾക്കും, മറ്റു പല തടവുകാരിൽ നിന്ന് ഇയാൾ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നേടിയെടുത്തു, അല്ലെങ്കിൽ അനർഹമായി ഇവരിൽ നിന്ന് പൈസ പിരിച്ച് അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പരോളും മറ്റ് ജയിലിൽ സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തു. അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ ജയിൽവകുപ്പ് ഉദ്യോഗസ്ഥരെ വന്നിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ജയിൽ DIG ഇത്ര ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്ര വലിയ കേസിൽ പെടുന്നത്, ഇത്ര വലിയൊരു കൈക്കൂലി കേസിൽ, അതും പ്രകടമായ രീതിയിൽ തെളിവുകളുള്ള ഒരു കേസിൽ പെടുന്നത് ആദ്യമായിരിക്കാം. സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഇയാൾക്ക് ഒരുപാട് ഉന്നത ബന്ധങ്ങളുള്ള ആളാണ്. ഇയാൾക്കെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജിലൻസ് മേധാവി ശുപാർശയൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകുന്നുണ്ട് അരുണ്. അപ്പോൾ ഇയാൾക്ക് ഈ പ്രകടമായി ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം വിഷയങ്ങളിൽ കൃത്യമായ തെളിവുണ്ടായിട്ടും നടപടി വൈകുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം.
അതാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇയാളുടെ ഈ ക്രമക്കേടുകളെല്ലാം നേരത്തെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായ സംരക്ഷണം അയാൾക്ക് ലഭിച്ചിരുന്നു. ഒടുവിൽ ഇങ്ങനെ വിജിലൻസിൻ്റെ പിടി വീഴുമ്പോഴും ഇയാളെ എന്തിനാണ് ഇത്രയധികം സമയം ഒരു ഉദ്യോഗസ്ഥനെ പ്രഥമ ദൃഷ്ടിയ മാത്രം പറഞ്ഞാൽ പോലും വളരെ കൃത്യമായ തെളിവുകളാണ് ഇയാൾക്ക് വിജിലൻസ് ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് 35 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപയൊക്കെ വന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇയാൾക്ക് നടപടി വൈകുന്നു? സ്വാഭാവികമായും അന്വേഷണ വിധേയമായാകും ഇയാളും സസ്പെൻഷനിലേക്ക് പോകും. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു രീതി അനുസരിച്ച് സസ്പെൻഷൻ ഉള്ളപ്പോൾ പോലും ഇയാൾക്ക് ചെലവിനുള്ള തുക, ഒരു നിശ്ചിത തുക അയാൾക്ക് ശമ്പളമായി തന്നെ ലഭിക്കാൻ, അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട്. അത്തരമുള്ള ഒരു നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ വൈകുന്നു? ഇനിയും ഇയാൾ ഇത്ര അധികം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനാണ്, തട്ടിപ്പ് നടത്തിയ ആളാണ്. എന്നിട്ട് പോലും അയാൾക്ക് സർക്കാർ ചെലവിൽ ഇയാൾക്ക് ഇനിയും അയാളുടെ ശിഷ്ടകാലം, സർവീസുള്ള കാലം തുടരാനാകും. പിന്നീട് കേസുമായൊക്കെ ബന്ധപ്പെട്ട് മാത്രമാകും ഇയാളുടെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു നടപടിയെങ്കിലും എടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത്രയും നാൾ സംരക്ഷിച്ചവർ ഇപ്പോഴും ഇയാൾക്ക് അതേ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കുന്നതുകൊണ്ടല്ലേ ഇത്തരമൊരു നടപടി? സ്വാഭാവികം വിരമിക്കുന്നതിന് 4 മാസം മുമ്പ് മാത്രമാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. എത്ര തുക ഇയാൾ ഇതിനകം ഉണ്ടാക്കിയിരിക്കണം? ഈ DIG പദവിക്ക് താഴെയുള്ള പദവികളിലൂടെയൊക്കെ വന്നയാളാണ് സ്വാഭാവികമായും. അതുമൊക്കെ ജയിൽ വകുപ്പിൽ വളരെ പ്രധാനപ്പെട്ട പദവികളാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥർ എത്ര വർഷം, എത്ര ആളുകളിൽ നിന്ന് എത്ര കോടിക്കണക്കിന് രൂപ ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാം? എത്ര ആളുകൾക്ക് അനധികൃതമായി ഇയാൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കാം? ജയിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് കൊടും ക്രിമിനലുകൾക്ക്, പണമുള്ളവന് ജയിലിൽ എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയ ഒരു ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ഇയാളെന്ന് വ്യക്തമാണ്. അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ അതിലൊരു ഉദ്യോഗസ്ഥനെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, അയാളുടെ സർവീസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, പതിറ്റാണ്ടുകൾ സർവീസിനുള്ള ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പിടിവീഴുമ്പോൾ എന്തുകൊണ്ട് ജയിലുകളിൽ ക്രിമിനലുകൾ യഥേഷ്ടം പോയി വരുന്നു? എന്തുകൊണ്ട് അവർക്ക് പുറത്തുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ ജയിലിൽ ലഭിക്കുന്നതിന് ഉത്തരം കൃത്യം ഇത്തരം ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെ സംരക്ഷിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ അവർ കൂടിയാണ് ഇതിന് മറുപടി പറയേണ്ടി വരുന്നത്. പക്ഷേ ഇത്രയധികം വന്നിട്ടും ഇയാളെ ഇപ്പോഴും സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്ര നാൾ വിലസി ഇയാൾ കൈക്കൂലിയൊക്കെ വാങ്ങി സുഖലോലുപമായ ജീവിതം ഇയാൾ മുന്നോട്ട് കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെടുന്ന പശ്ചാത്തലം സർവീസിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും നാണം കെട്ട് പടിയിറങ്ങുക എന്നുള്ള കാര്യത്തിലേക്ക് ഇയാൾ എത്തുന്നു. പക്ഷേ ഇത്രയും നാൾ ഇയാളെ വളർത്തിയവർ, ഇയാളെ പോറ്റിയവർ, ഇയാൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയവർ കൈക്കൂലിക്കാരനാണ് എന്നറിഞ്ഞിട്ടും ഇയാളെ ഉന്നത ബന്ധങ്ങളിൽ ഇയാൾ വിരാജിച്ച് നടന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സേനയിൽ, നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലരും പിടിക്കപ്പെടാതെ ഇരിക്കുന്നു. പിടിക്കപ്പെട്ടാൽ പോലും ഒരു ചെറിയ നടപടി, സസ്പെൻഷൻ മറ്റുമായി ഒന്നൊതുങ്ങി വീണ്ടും സർവീസിൽ തിരിച്ചു കയറുന്ന പല സാഹചര്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമുക്കറിയാം, ഈ രാഷ്ട്രീയക്കാരുടെയും ഉന്നത ആളുകളുടെയും ഒക്കെ അടുത്ത ആളുകളാണ്. അവർക്കുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇതിപ്പോൾ കൊടും ക്രിമിനലുകൾക്കാണ് ഇയാൾ സൗകര്യം ചെയ്തു കൊടുത്തത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന രാം നാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായി. കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ്, CPM പ്രവർത്തകനായ ജഗദീഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കേസിൽ 15ഓളം പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഇപ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരുണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സംഘപരിവാർ ബന്ധമൊക്കെ ആരോപിച്ച് മന്ത്രിയടക്കം രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം CITU-യും ഒക്കെ ചേരുന്ന ഒരു സംഘം, അതിനിപ്പോൾ രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല, ആ സമയത്ത് തോന്നിയ പ്രകോപനത്തിൽ നടത്തിയ ഒരു മർദ്ദനം, തുടർന്ന് ഇയാൾ മരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത്ര ക്രൂരമായി കൃത്യങ്ങൾ നടത്തിയ ആളുകളെല്ലാവരും പിടിയിലായോ ഇപ്പോൾ? രഞ്ജിത്ത്, 15ഓളം പേരാണ് കേസിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ കുറച്ചുപേരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരും ഈ രാംനാരായണനെ മർദ്ദിച്ചവർ തന്നെയാണ് എന്നുള്ള വിമർശനവും പോലീസിനെതിരെ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. അതുമാത്രമല്ല, ഈ 2 പേരെ കൂടി ഇന്നലെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 4 പേർ BJP പ്രവർത്തകരും 4ാം പ്രതി ആനന്ദൻ എന്ന് പറയുന്ന ആൾ CITU പ്രവർത്തകനുമാണെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് ബംഗ്ലാദേശ് സ്വദേശിയായതുകൊണ്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, അജണ്ടയുടെ ഭാഗമാണ് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ആരോപിച്ചത്. അതുപോലെ തന്നെ മന്ത്രി MP രാജേഷും അതേ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ബംഗ്ലാദേശികൾ
ആളുകൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അവർ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം കേരളത്തിലേക്ക് എത്തുന്നവരെല്ലാം ബംഗ്ലാദേശുകാരാണ് എന്നുള്ള ആരോപണത്തോടു കൂടി അവരെ ഇങ്ങനെ തച്ചുകൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവരെ ലക്ഷ്യമിട്ട് ഇത്തരം ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടുന്ന സാഹചര്യം BJPക്കുണ്ട്. അത് BJPയുടെ അജണ്ടയാണ്, സംഘപരിവാർ അജണ്ടയാണ് എന്നുള്ള ആരോപണമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷെ അത് പൊളിയുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റിലായ ആനന്ദൻ എന്ന് പറയുന്ന 4ാം പ്രതി CITA പ്രവർത്തകനാണ്. അതുപോലെ ഇന്ന് അറസ്റ്റിലായിട്ടുള്ള 2 പേരാണ്. ഒന്ന് വിനോദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്, മറ്റൊന്ന് CPM പ്രവർത്തകനായ ജഗദീഷ് എന്ന് പറയുന്ന ആളാണ്. ഈ 2 പേരെയും ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഉടൻ പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഛത്തീസ്ഗഡ് സർക്കാർ ഈ രാംനാരായണന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൃതദേഹം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങില്ല, 25 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള സാഹചര്യത്തിൽ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നത്. അതേസമയം മന്ത്രി K. രാജൻ ഇടപെട്ട് നടത്തിയ ചർച്ചയിലാണ് അത് വീണ്ടും ആ ഒരു സമവായത്തിൽ എത്തുന്ന സാഹചര്യത്തിലുണ്ടായത്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ എത്ര രൂപ നൽകുമെന്നുള്ള കാര്യം മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചത്. അതേപ്രകാരം ഇന്ന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകുകയും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് 5 ലക്ഷം രൂപയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം കൂടുതൽ പേരെ ലക്ഷ്യമിട്ട് അന്വേഷണം തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് കസ്റ്റഡിയിലെടുത്തവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാനുണ്ട്. കാരണം നേരിട്ട് ഇദ്ദേഹത്തെ തല്ലി എന്നുള്ള അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നുള്ള സാഹചര്യങ്ങളുണ്ട്. കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയായിരുന്നു ഈ മർദ്ദനം അഴിച്ചുവിട്ടത്. കാരണം അത്രയും മാരകമായ മർദ്ദനമാണ് രാംനാരായൺ ഈ ആളുകളുടെ ഭാഗത്തുനിന്നും ഏൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. വിവിധ ആളുകൾ അല്ലെങ്കിൽ പ്രദേശവാസികളൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ചതിലുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിലായിട്ടുള്ള അതായത് കസ്റ്റഡിയിലെടുത്ത് ചില ആൾക്കാരെ പോലീസ് വിട്ടയച്ചിരുന്നു. അവരിൽ പലരും പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയി എന്നുള്ളതാണ് ആരോപണം. അതേസമയം പോലീസ് നൽകുന്ന അതായത് സംശയം തോന്നിയ എല്ലാവരെയും നമുക്ക് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഉറപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമെന്ന് അപ്പോഴെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുള്ളത്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേര് വരും ദിവസങ്ങളിലും അറസ്റ്റിലായേക്കാം. അതേസമയം നാട് വിട്ട ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമത്തിലാണ്. അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. വീട്ടുകാരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കൃത്യത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള നാടുവിട്ട ആളുകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും രാംനാരായണന്റെ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ജോലി അന്വേഷിച്ച് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സ്വദേശിയാണ് എന്ന് മാനിക്കാതെ അദ്ദേഹത്തെ തച്ചുകൊന്നു. ഇത് കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികൾ എല്ലാവരും മോഷ്ടാക്കളാണ്, അതല്ലെങ്കിൽ എല്ലാവരും ഇത്തരത്തിൽ ഉപദ്രവകാരികളാണ് എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയാണ് കേരളം അത്തരം ആളുകളെ കാണുന്നത് എന്നുള്ള വിമർശനവും ശക്തമാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. മധുവിനെ തച്ചുകൊന്ന സംഭവം അതിന് നാണക്കേട് മാറാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തോടുകൂടി ഒരു മനുഷ്യൻ ഇല്ലാതാവുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. അത്തരം സാഹചര്യങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ള വിമർശനവും ശക്തമായി വരികയാണ്. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ ഈ സംഘപരിവാർ രാഷ്ട്രീയം ആരോപിച്ചെങ്കിലും വരും ദിവസങ്ങളിലൊക്കെ ഇത് പൊളിയാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസുകാരുടെയും CPMകാരുടെയും ഒക്കെ ഇൻവോൾവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ അത്തരം അറസ്റ്റുകൾ ഉണ്ടാകാം. ഇത് ആൾക്കൂട്ട മർദ്ദനം എന്നുള്ള തരത്തിലാണ് പോലീസ് കേസെടുത്തതെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞിരുന്നതാണ്. തീർച്ചയായും മറ്റൊരു കാര്യം ഈ ഒരു പറഞ്ഞു നിസ്സഹായനാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിൽ ഒരുപാട് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെ തുടർന്ന് ഇയാളുടെ കുടുംബത്തിന് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. ആ കുടുംബം അനാഥമായ ഒരു സാഹചര്യമൊക്കെയുണ്ട്. മറ്റെന്തൊക്കെ നടപടികൾ നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ആജ്ഞയ്ക്ക് ലഭ്യമാകുന്നുണ്ടോ?
രാംനാരായണന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബം ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 10 ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാർ രാംനാരായണന്റെ കുടുംബത്തിന് നൽകുക. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് രാംനാരായണന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. രാംനാരായൺ മറ്റൊരു മാനസികാവസ്ഥയിൽ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നതും ജോലി അന്വേഷിച്ച് വന്നതുമൊക്കെ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതിലെ കുടുംബത്തിന്റെ അത്താണിയായ ഒരാളാണ് ഇല്ലാതായിരിക്കുന്നത്. ആ ഒരു സാഹചര്യം അവർക്ക് ഫുൾഫിൽ ചെയ്യേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് തന്നെയായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നതും. അങ്ങനെയാണ് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാതെ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലെത്തിയത്. അതേസമയം അത് റവന്യൂ മന്ത്രി രാജന്റെ നേതൃത്വത്തിലുള്ള നടത്തിയ ചർച്ചയിലാണ് സമവായം ആയതും. അതേ തുടർന്ന് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അതിൽ 10 ലക്ഷം രൂപ നൽകുകയും അതുപോലെ ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ നൽകുകയും ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി അത് മാറുകയുണ്ടായി. ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകൾ 2 പേർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നുണ്ട്. പാലക്കാട്ട് വാളയാറിലാണ് കേരളത്തെ തലകുനിപ്പിച്ച ഈ സംഭവം ഉണ്ടായത്. അന്യസംസ്ഥാന തൊഴിലാളിയായ രാംനാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ്, CPM പ്രവർത്തകനായ ജഗദീഷ് എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായതായി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കണം. ഈ CITU ബന്ധമുണ്ട്. CPM, കോൺഗ്രസ്, ഒപ്പം BJP, അങ്ങനെ നിരവധി എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉൾപ്പെട്ട ആളുകൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളാണ് എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. രാംനാരായണന്റെ മൃതദേഹം ഇതിനിടെ ആദ്യമൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ തലശ്ശേരിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് വ്യാപാരികളും നാട്ടുകാരും. തീരദേശ ഹൈവേക്ക് വേണ്ടി സ്ഥലം അളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത്. തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഘർഷാവസ്ഥയെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരുകയാണ്. സുമേഷ്, ഇപ്പോൾ ആദ്യത്തെ സർവേക്ക് ആദ്യമായാണോ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത്? നാട്ടുകാരും വ്യാപാരികളുമൊക്കെ അവിടെ കൂടി നിൽക്കുന്നത് കാണാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? രഞ്ജിത്ത്, ഈ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ തീരദേശ ഹൈവേ എന്നുള്ളത്. എന്നാൽ ഈ പലവിധ എതിർപ്പുകളാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതിൽ ഇന്ന് പ്രധാനമായും ഉണ്ടായത് ഈ തലശ്ശേരി ഭാഗത്താണ്. ഈ തലശ്ശേരി സെയ്താർ പള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വലിയങ്ങാടി ഭാഗത്താണ് ഇപ്പോൾ ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടെ പതിറ്റാണ്ടുകളായി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടതായി വരും, അല്ലെങ്കിൽ പൊളിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മാറേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അലൈൻമെന്റ്, അതായത് കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അലൈൻമെന്റ് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്തോടു കൂടി അലൈൻമെന്റ് മാറ്റണം എന്നുള്ളതാണ് ഈ തലശ്ശേരിയിൽ ഇന്നുണ്ടായ ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇന്ന് ഈ പട്ടണ തൊഴിലാളി സംരക്ഷണ സമിതിയുടെ ഭാഗമായിക്കൊണ്ടായിരുന്നു ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടായത്. വ്യാപാരികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട ഹൈവേ ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ഇന്ന് സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇതിന്റെ ഭാഗമായി നോട്ടീസ് പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരം ഉദ്യോഗസ്ഥർ ഇന്ന് അവിടെ എത്തിച്ചേർന്നത്. എന്നാൽ അതിനെ ഈ നോട്ടീസ് പതിക്കുന്നതിൽ നിന്നും അവരെ അതിൽ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഈ സമരാനുകൂലികളുടെ ഭാഗമായി ഇന്നുണ്ടായത്. ഏതായാലും പോലീസിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കനത്ത ജാഗ്രത അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷങ്ങൾ ഇല്ലാതെ തന്നെ ഈ സമരാനുകൂലികളെ
പോലീസിന് അവിടുന്ന് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പും ഇത്തരം ഒരു പ്രതിഷേധം ആ ഭാഗത്ത് ഉണ്ടായതാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ഈ സർവേയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നോട്ടീസ് വിതരണം ചെയ്തു. അതായത് കച്ചവട സ്ഥാപനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ആ അറിയിപ്പ് അത് കൈപ്പറ്റുകയും ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഉദ്യോഗസ്ഥർ അവിടെ വരികയും അത്തരം ഈ നോട്ടീസ് അവിടെ പതിക്കുകയും ചെയ്തത്. എന്നാൽ ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് തലശ്ശേരിയിൽ ഉണ്ടായിരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോഴും അവിടെ ആ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കൊച്ചിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് അപകടത്തിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. എളമക്കര സ്വദേശി അസിം മുഹമ്മദാണ് മരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിദാരുണമായ ദൃശ്യങ്ങളാണ്. ഹമ്പ് കയറുന്നതിനിടയിലാണ് ഈ അമിത വേഗത്തിൽ വന്ന ബൈക്ക് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് യുവാവ് താഴേക്ക് വീണത് എന്നുള്ളതാണ്. ബൈക്ക് ഓടിച്ച സഹോദരൻ അസറിന് ഗുരുതര പരിക്കുണ്ട്. റോഡിലെ ഹമ്പിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലും വൈദ്യുതി പോസ്റ്റിലും പോയി ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാനി, അതിദാരുണമായ ഒരു അപകടമാണ്. അമിതവേഗം തന്നെയാണ് കാരണം എന്ന് മനസ്സിലാക്കാം. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. മറ്റേ ആൾക്ക് ഗുരുതരമായ പരിക്കുമുണ്ടല്ലേ? രഞ്ജിത്ത്, ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. സഹോദരൻ അസറിനാണ് ഗുരുതര പരിക്കുള്ളത്. എളമക്കര സ്വദേശിയായ അസിം മുഹമ്മദ് ആണ് മരിച്ചത്. ഇവരുടെ ഒരു അമിത വേഗം എന്നതിനൊപ്പം തന്നെ ഈ റോഡിലെ ഹമ്പിൽ തട്ടി നിയന്ത്രണം വിട്ടാണ് ഈ ബൈക്ക് മാറിയുന്നത്. വലിയ വേഗതയിലായതുകൊണ്ട് ഈ ഹമ്പ് അതിൽ ചാടുമ്പോൾ ബൈക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ രീതിയിലേക്കുള്ളൊരു അപകടത്തിലേക്ക് പോകുന്നത്. ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ചു. അതിനുശേഷം അവിടുത്തെ വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചു. ഈ ദൃശ്യങ്ങളാണ് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം എത്ര വേഗതയിലായിരുന്നു ബൈക്ക് പോയിരുന്നത് എന്നതെല്ലാം തന്നെ. അത് മാത്രവുമല്ല, ചിലയിടങ്ങളിലെല്ലാം ഈ മുന്നറിയിപ്പില്ലാതെ ഈ ഹമ്പ് വരുന്നതെല്ലാം തന്നെ വിനയാകുന്നുള്ളതായിട്ട് ഈ പരിസരവാസികൾ പറയുന്നുണ്ട്. കാരണം സാധാരണ ഇത് ഒരു മാർക്ക് ചെയ്ത് രാത്രി തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള റിഫ്ലക്ടർ സംവിധാനങ്ങളെല്ലാം തന്നെ ചിലയിടങ്ങളിൽ സ്ഥാപിക്കാറുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ അത്തരം രീതിയിലേക്ക് വരാറില്ല. കാരണം പലപ്പോഴും ഇത് അപകടങ്ങൾക്ക് കാരണമാക്കുന്നതായിട്ടാണ് പറയുന്നത്. ചിലപ്പോഴെല്ലാം അങ്ങനെ പുതിയ റോഡ് കാര്യങ്ങൾ നിർമ്മിച്ചു കഴിയുമ്പോൾ നാട്ടുകാരുടെ ആവശ്യങ്ങളുണ്ട്, ഈ വേഗതയിൽ പോകുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക, അത് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അത് തിരിച്ചറിയുക എന്നതുകൂടി ഒരു പ്രാധാന്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇതിന്റെ ഒരു വേഗത ഒരു വിഷയം തന്നെയാണ്. ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് അപകടത്തിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അമിത വേഗമുണ്ടായിരുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മറ്റൊരു കാരണമാണ്. ബൈക്ക് തട്ടി മറിഞ്ഞു വീണ് മതിലിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചത്. പാലക്കാട്ട് കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് സിറോ മലബാർ സഭ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടത്. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ്. ഇന്നലെയാണ് പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ച് കരോൾ സംഘത്തെ ആക്രമിച്ചത്. സംഭവത്തിൽ RSS പ്രവർത്തകനായ കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്നെഴുതുന്നത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം. അതേസമയം ചിലർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് BJP നേതൃത്വം പറയുന്നു.
ചേർക്കുന്നുണ്ട്. പ്രജിത്ത്, ഇതിപ്പോൾ കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണം, അതിന് കൃത്യമായി പ്രതിയെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തായിരുന്നു പ്രകോപനം എന്ന കാര്യത്തിൽ? നമുക്കറിയാൻ കഴിയുന്ന പ്രകോപനം എന്നത് ഞായറാഴ്ച വൈകുന്നേരം രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഒരു 15 പേരടങ്ങുന്ന ഒരു 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കരോൾ സംഘവുമായി പുതുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ അപ്പോൾ ഈ അറസ്റ്റിലായ പ്രതി അവിടെ ഇരിക്കുന്നുണ്ട്. ആ പ്രതി മറ്റേ അശ്വൻ രാജൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പല കളവ് കേസുകളിലും കഞ്ചാവ് കേസിലും കാപ്പ കേസിലും പ്രതിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഈ കുട്ടികളോട് ചോദ്യം ചെയ്യുന്നു. ഈ ബാൻഡും ഈ കരോൾ സംഘം ഈ വഴിക്ക് വരാൻ പാടില്ല എന്നും കുട്ടികളെ മർദ്ദിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനാണ് ഈ പോലീസ് അത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഭയങ്കരമായി പേടിക്കുകയും കുട്ടികളെ രക്ഷിതാക്കളോട് പറയുകയും, പിന്നെ അത് മാത്രമല്ല ബാൻഡ് സംഘം പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് വാദ്യ സംഘത്തിലെ ബാൻഡുകളായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ കുറച്ച് പ്രകോപിതനായി ആ ബാൻഡിനെ ഈ പ്രതി തല്ലി പൊളിക്കുകയും കുട്ടികളെ മെറ്റുകയാണ് ചെയ്തിരുന്നത്. അതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് BJP പറയുന്നത് അയാൾ BJPയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഇത് CPM പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതി റിമാൻഡിലാണ്. ശരി, പ്രജിത് കോങ്ങലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സ്പോട്ട് ലൈവ് ഇന്ന് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. നമുക്കിനി ന്യൂസ് 3 കാണാം. നമസ്കാരം.